ഞാനിത് അഭി വിളിച്ചപ്പോൾ ആവേശം കൊണ്ട് ഓടി വന്നതാണ്. മരിച്ച വീട്ടിൽ പോകേണ്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ വലിയ എനിക്ക് 7 വയസ്സായതുപോലെയാണ് തോന്നുന്നത്. വന്ന് അത്രയും സന്തോഷം. പിന്നെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിൽ അബി, ആരിഫ്, സേത്ത്, ജലീൽ അല്ലേ, അതിൻ്റെ എഫേർട്ട് തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉള്ള പണിയാണ് അവരെടുത്തിരിക്കുന്നത്. അതിൻ്റെ അനുഗ്രഹം അങ്ങോളം അവർക്കുണ്ടാവും. ഈ വീട് അതിന് ധന്യമായ ഒരു വെനുവായി. എല്ലാവരും എടുത്ത എഫേർട്സൊക്കെ വളരെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഈ നന്മ എല്ലാവർക്കും മാതൃകയാവട്ടെ. അതുമാത്രമല്ല, അവർ എൻഡോസ് ചെയ്തിരിക്കാൻ, അത് കംപ്ലീറ്റ് രേഖപ്പെടുത്തി ഫോട്ടോവും പുസ്തകമൊക്കെ ആക്കി ഇനി വലിയ ആൽബം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അപ്രിഷ്യേറ്റ് ചെയ്താൽ മതിയാവില്ല. തലമുറകൾ നീണ്ടു നിൽക്കുന്ന നന്മ തന്നെയാണത്. സത്യത്തിൽ ഇത് കേരളത്തിൽ മൊത്തം എല്ലാവരും അറിയുകയും സാമൂഹ്യ കുടുംബക്ഷേമ വകുപ്പിനൊക്കെ ഈ സംഭവം അറിയിക്കണം. ഇങ്ങനൊരു എഫേർട്ട് നടന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. കൂടാതെ ഞാനിപ്പോൾ അടുത്തൊരു എഫേർട്ടിൽ നീങ്ങുന്നുണ്ട്. തിരുവനന്തപുരം ബേസ്ഡാണ്. 5,23,00,000 കേസുകളാണ് കോടതിയിലുള്ളത്. കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് 2,325 ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് നിയമമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞു. അതിൽ 35% കേസുകളും കുടുംബ കേസുകളാണ്. ജ്യേഷ്ഠനനിയൻ, അമ്മാവൻ, ഈ അതിർത്തി തർക്കങ്ങൾ, മൂപ്പിള വിഷയങ്ങൾ, പണ്ട് ചേകോവന്മാർ എതിർത്ത വിഷയങ്ങളൊക്കെയാണ്. അത് ഇത്തരം ഒരു കൂട്ടായ്മ, ഇത്തരം സാറന്മാരുടെയൊക്കെ മുന്നിൽ നിന്ന് ഒരു സെക്കൻഡോട് പറഞ്ഞു തീർക്കാവുന്ന വിഷയങ്ങൾക്ക് അടിമപ്പെട്ട് 100, 150, 200 കൊല്ലം ആയുസ്സുള്ള ആൾക്കാരെന്ന പോലെ ജീവിച്ച് അഹങ്കരിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠമാണ്, ഒരു കണ്ണ് തുറപ്പിക്കലാണ്. എന്നെ ഇതിൽ എത്തിച്ച അബിക്ക് പ്രത്യേകം നന്ദി. അള്ളാഹു ഇത് നല്ല സൽക്കർമാക്കി മാറ്റട്ടെ. എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.